നമസ്കാരം. കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം. സർക്കാരിന് മുന്നറിയിപ്പുമായി CJP വീണ്ടും രംഗത്ത്. വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാക്കി CJP. സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായി വീണ്ടും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടന വ്യക്തമാക്കി. CJP നേതാവ് അഭിജിത് ദീപ്കെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്നും രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നും അഭിജിത് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി കേസുകളിലും FIRകളിലും അന്വേഷണം തുടരാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരായ കേസുകളിൽ അന്വേഷണം തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് CJPയുടെ നിലപാട്. സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കെതിരായ നടപടികൾ ഉണ്ടാകില്ലെന്നും കേസുകൾ പിൻവലിക്കുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് സംഘടന ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ആ ഉറപ്പ് സർക്കാർ ഔദ്യോഗികമായി കോടതിയെ അറിയിക്കണമെന്നും CJP ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പ് പാലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ അഭിജിത് ദീപ്കെ സർക്കാർ നൽകിയ വാക്ക് നിർബന്ധമായും പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്നും അഭിജിത് ദീപ്കെ എക്സിലൂടെ പ്രതികരിച്ചു. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നുവെന്നാണ് CJPയുടെ ആരോപണം. പ്രത്യേകിച്ച് അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോലീസ് നടപടി തുടരുകയാണെന്നാണ് സംഘടനയുടെ വാദം. ബീഹാറിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ജയിലിലാണെന്നും CJP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമരം അവസാനിപ്പിക്കുന്ന ചർച്ചകൾക്കിടെ ദില്ലിയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കില്ലെന്ന ഉറപ്പാണ് സർക്കാർ നൽകിയതെന്നും എന്നാൽ നിലവിൽ ആ ഉറപ്പ് ലംഘിക്കപ്പെടുകയാണെന്നുമാണ് സംഘടനയുടെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ FIRകളും അടിയന്തരമായി പിൻവലിക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. സർക്കാർ ഉറപ്പുകൾ പാലിക്കാത്തത് യുവാക്കളോടുള്ള വിശ്വാസവഞ്ചനയാണെന്ന് CJP വക്താവ് സൗരവ് ദാസ് എക്സിൽ കുറിച്ചു. രേഖാമൂലമുള്ള ഉറപ്പ് നൽകുമെന്ന് അറിയിച്ച സാഹചര്യത്തിലും വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകളും അന്വേഷണങ്ങളും തുടരുന്നതായാണ് സംഘടന ആരോപിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം തുടർന്നാൽ രാജ്യവ്യാപക പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനവും. അതേസമയം ജന്തർ മന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. വിദ്യാർത്ഥികളും യുവജനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ സമാധാനപരമായി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തുവെന്നും അവരുടെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന വിവരങ്ങളുമാണ് പുറത്തു വരുന്നതെന്നും പിണറായി വിജയൻ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സമരം ഒത്തുതീർപ്പാക്കുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നുവെന്നും എന്നാൽ കേരളത്തിൽ ഇതുവരെ അത്തരം തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർക്കെതിരെ സംസ്ഥാനത്ത് കേസുകൾ തുടരുന്നത് ഉചിതമല്ലെന്നും കത്തിൽ പറയുന്നു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ നടന്ന പ്രതിഷേധം വലിയ ജനപിന്തുണ നേടിയ സമയമായിരുന്നുവെന്നും കേരളവും അതിന്റെ ഭാഗമായിരുന്നുവെന്നും പിണറായി വിജയൻ കത്തിൽ പറയുന്നുണ്ട്. സമരം അവസാനിപ്പിക്കുന്ന ചർച്ചകളിൽ വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പ് കേന്ദ്ര സർക്കാർ നൽകിയ സാഹചര്യത്തിൽ കേരളത്തിലും അതേ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് കത്തിൽ പിണറായി ആവശ്യപ്പെടുന്നുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും എതിരെ ചില സ്ഥലങ്ങളിൽ ജലപീരങ്കിയും ലാത്തി ചാർജും ഉണ്ടായെന്നും അതിന്റെ തുടർച്ചയായാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തതെന്നും പിണറായി കത്തിൽ ആരോപിച്ചു. ഇത്തരമൊരു നടപടി ജനാധിപത്യപരമായ പ്രതിഷേധാവകാശത്തെ ബാധിക്കുന്നതാണെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദില്ലിയിലെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ പിന്നീട് കേസുകളിൽ ഉൾപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും സമാധാനപരമായ പ്രതിഷേധങ്ങളിലും സാംസ്കാരിക കൂട്ടായ്മകളിലും പങ്കെടുക്കുന്നവർക്കെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ടെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. എറണാകുളത്ത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത റാപ്പർ വേടനും സംഘത്തിനുമെതിരെ കേസെടുത്തതായി റിപ്പോർട്ടുകളുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട്.
കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളും നിരുപാധികം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും യുവാക്കളെയും കുറ്റവാളികളായി ചിത്രീകരിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. ഇതിനിടെ ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഗുരുതര ആരോപണവും CJP ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിഷേധ സ്ഥലത്തിന് സമീപം കണ്ടെത്തിയ കല്ലുകൾ നിറച്ച ലോറി പ്രതിഷേധത്തിന് 4 ദിവസം മുൻപ് തന്നെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനമാണെന്നാണ് സംഘടനയുടെ ആരോപണം. സമാധാനപരമായ സമരത്തെ അക്രമാസക്തമാക്കാനും പ്രതിഷേധക്കാരെ വ്യാജ കേസുകളിൽ കുടുക്കുന്നതിനുമുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് വാഹനം അവിടെ എത്തിച്ചത് എന്നാണ് സംഘടനയുടെ വാദം. കസ്റ്റഡിയിലുണ്ടായിരുന്ന വാഹനം പ്രതിഷേധ സ്ഥലത്തേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥർ ആരാണെന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കണമെന്ന് CJP ആവശ്യപ്പെട്ടു. പ്രതിഷേധ സ്ഥലത്തേക്ക് കല്ലുകൾ എത്തിക്കാൻ തീരുമാനിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് ആരോപിക്കപ്പെടുന്ന ഈ നടപടി സമാധാനപരമായ ജനാധിപത്യ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമാണെന്നും CJP ആരോപിച്ചു. സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത്. സർക്കാരിന്റെ ഉറപ്പുകൾ നടപ്പിലാക്കുമോ, അല്ലെങ്കിൽ CJP പ്രഖ്യാപിച്ചതുപോലെ പുതിയ സമരങ്ങൾക്ക് രാജ്യം വീണ്ടും സാക്ഷിയാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്.